ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഫയേഴ്സിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. ആ എപ്പിസോഡ് കാണാത്തവർ അന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ എപ്പിസോഡ് കാണുക. എല്ലാ ഫീച്ചേഴ്സും കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. റിമൈനിങ് ഫീച്ചേഴ്സും ഫയേഴ്സിൻ്റെ മൈ അക്കൗണ്ട് എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മുടെ ട്രേഡിംഗ് ഡീറ്റെയിൽസ്, നമ്മുടെ കോൺട്രാക്ട് നോട്ട്സ്, അതേപോലെ വാല്യൂ കർവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അതേപോലെ ഫയേഴ്സ് ഡയറക്റ്റ് വഴി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ഒക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. അതേപോലെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സുകളും ഇവിടെ കമന്റ് ബോക്സിൽ തരിക. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇവിടെ ഡാഷ്ബോർഡിലുള്ള മോസ്റ്റ് ഓഫ് ദ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഫയേഴ്സ് ഇൻസൈറ്റ് വഴി ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെന്റലും ടെക്നിക്കലും ഒക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ HDFC ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് സ്റ്റോക്കിൻ്റെയും സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ സെർച്ച് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിനിവിടെ ഓരോ ഡേറ്റയെക്കുറിച്ചും കൂടുതൽ പഠിക്കണമെങ്കിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസും പഠിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഏതൊരു കമ്പനിയുടെയും പ്രൊഫൈൽ, കമ്പനി എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ ബിസിനസ്സിലുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിലയൻസ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയെക്കുറിച്ചുള്ള ഓവർവ്യൂ കിട്ടുന്നതാണ്. 1 ഡേ, 5 ഡേ, 1 മന്ത്, 6 മന്ത്, 5 ഇയർലെ റിട്ടേൺ, ഓൾ ടൈം റിട്ടേൺ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കാണാം. ഇവിടെ ഫിനാൻഷ്യൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഓവർവ്യൂ, സ്റ്റേറ്റ്മെൻറ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡിവിഡൻസ്, അങ്ങനെ ഇതെല്ലാം കിട്ടുന്നതാണ്. ടെക്നിക്കലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സജഷൻസ് ഉണ്ട്, ഓസിലേറ്റേഴ്സ്, മൂവിങ് ആവറേജ് ഡീറ്റെയിൽസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ ഫോർകാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലിസ്റ്റുകളൊക്കെ എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് വിത്ത് ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഇത്രയധികം ഡീറ്റെയിൽസ് ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ തരുന്ന ബ്രോക്കേഴ്സ് വളരെ കുറവാണ്. ഇങ്ങനെ ഫയേഴ്സിൻ്റെ ഇൻസൈറ്റ് ഉപയോഗിച്ച് ഏത് കമ്പനിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഫയേഴ്സ് ജേണലാണ്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെടുത്ത എല്ലാ ട്രേഡുകളുടെയും ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ എടുത്ത ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഒരു മാസത്തെ ഡീറ്റെയിൽസ് മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ സിംഗിൾ പേജ് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ നമ്മുടെ എല്ലാ ട്രേഡ് ഡീറ്റെയിൽസും കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാൽക്കുലേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പിസോഡ് 70 ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഇനി എങ്ങനെയാണ് ഫയേഴ്സ് മൈ അക്കൗണ്ട് യൂസ് ചെയ്ത് നോക്കാം. എല്ലാ റിപ്പോർട്ടിംഗ് ഡീറ്റെയിൽസും ഫയേഴ്സ് മൈ അക്കൗണ്ടിലാണ് അവൈലബിൾ ആകുക. ഇവിടെ മാനേജ് അക്കൗണ്ടിൽ പോകണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്കവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെയും ചെക്ക് ചെയ്ത് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ഹോൾഡിംഗ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതേപോലെ വെരിഫൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ റിപ്പോർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലോബൽ P&L സ്റ്റേറ്റ്മെൻറ്റ്, ട്രേഡ് ബുക്ക്, ഓർഡർ ബുക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ട്രേഡ് ബുക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഓൺ അവർ ആൻഡ് എക്സ്പെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങളെടുത്ത ട്രേഡിൻ്റെ എക്സ്പെൻസ് ഡീറ്റെയിൽസ് ഇവിടെ കിട്ടുന്നതാണ്. ബിൽ ആൻഡ് കോൺട്രാക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ഓരോ ട്രേഡിൻ്റെയും കോൺട്രാക്ട് നോട്ടുകളും ബിൽ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. കോൺട്രാക്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ട് നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ട്രേഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വിത്ത് എക്സ്പെൻസ് കിട്ടുന്നതാണ്. ലെഡ്ജറിലേക്ക് വന്നാൽ നിങ്ങൾ ഓരോ തവണ ഫണ്ട് ആഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും ഓരോ കോൺട്രാക്ട് നോട്ടിൻ്റെ ഡീറ്റെയിൽസും, അതേപോലെ NRIs ആണെങ്കിൽ നിങ്ങളുടെ TDS ഡിഡക്റ്റ് ചെയ്ത ഡീറ്റെയിൽസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പോർട്ട്ഫോളിയോ അനലൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ അസറ്റ് അലൊക്കേഷൻ, ഏതൊക്കെ സെഗ്മെൻറ്റിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, എത്ര പേഴ്സൻ്റാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ താഴേക്ക് പോയാൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയും അവൈലബിൾ ആണ്. ഇവിടെ കോർപ്പറേറ്റ് ആക്ഷൻ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനിയുടെ ബൈബാക്കിൽ നടക്കുന്നുണ്ടോ അങ്ങനെ ഡീറ്റെയിൽസാണ് കാണാൻ സാധിക്കുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ടാക്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ചൂസ് ചെയ്യുക, ജനറേറ്റ് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടാക്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇതൊക്കെയാണ് ഫയേഴ്സ് മൈ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ അക്കൗണ്ട് സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ഓരോന്നിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അവസാനമായി ഫയേഴ്സ് ഡയറക്റ്റ് വഴി എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ഫയേഴ്സ് ഡയറക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർട്ടിക്കുലറായി ഒരു മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫണ്ടിൻ്റെ 1 ഇയർ, 3 ഇയർ, 5 ഇയർ പെർഫോമൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇവിടെ സിപ്പ് ആൻഡ് ലംസം കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. ഫണ്ടിൻ്റെ കമ്പാരിസൺസ് ഉണ്ട്. ഈ ഫണ്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ അവൈലബിൾ ആണ്. ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ, മിനിമം SIP എമൗണ്ട്, സ്കീം, ഫണ്ട് മാനേജേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലംസമായിട്ടാണെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി SIP ആണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബാങ്ക് മാൻഡേറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാൻഡേറ്റ് കൊടുത്തിട്ടില്ല. മാൻഡേറ്റ് കൊടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് മാൻഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. പിന്നീടുള്ള സ്റ്റെപ്സ് നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അതിനുശേഷം എത്ര എമൗണ്ടാണോ SIP ആയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചൂസ് ചെയ്യുക. അതിന് ഓട്ടോ ഡെബിറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ പറയാനുള്ളത്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ഫീച്ചേഴ്സും മൊബൈൽ ആപ്പിലും അവൈലബിൾ ആണ്. ബ്രോക്കേഴ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഫയേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. നിങ്ങൾ ഒരിക്കൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പുതുതായിട്ട് ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ ആ സമയത്ത് മറ്റൊരു വീഡിയോ ചെയ്യാം.
അപ്പോൾ ഫയേഴ്സിൻ്റെ ഓരോ ഫീച്ചേഴ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഇത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.